ശ്രീ സജിമോൻ ആന്റണി US-ൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. സജിമോൻ ആന്റണി, ഈ സമാനതയില്ലാത്ത ഒരു പ്രതിസന്ധി US പ്രത്യേകിച്ച് ട്രംപ് നേരിടുന്നുണ്ടോ? പ്രത്യേകിച്ചും പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ പലതായിരുന്നു. ഇറാൻ യുദ്ധം ആരംഭിച്ചപ്പോൾ അവിടുത്തെ ഭരണകൂടത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുക, ആണവ നിരായുധീകരണം നടത്തുക, ഹോർമുസ് കടലിടുക്ക് പിടിച്ചെടുക്കുക, അങ്ങനെ പല ലക്ഷ്യങ്ങളും മുന്നിൽ വെച്ച ട്രംപ് ഇപ്പോൾ പറയുന്നു ഞങ്ങളുടെ ലക്ഷ്യം സാധിച്ചു കഴിഞ്ഞു. പക്ഷേ ഹോർമുസ് നിയന്ത്രണം ഇപ്പോൾ പൂർണ്ണമായും ഇറാൻ്റെ കയ്യിൽ തന്നെയാണ്, സംശയമില്ല. അവിടുത്തെ ഭരണകൂടത്തെ പൂർണ്ണമായും മാറ്റാൻ സാധിച്ചിട്ടില്ല. ചില നേതാക്കളെ വധിക്കാൻ സാധിച്ചു എന്ന് ഒഴിച്ചാൽ വെനസ്വേലിലൊക്കെ നടത്തിയതുപോലുള്ള ലക്ഷ്യങ്ങളിലേക്ക് US എത്താൻ പറ്റാത്ത പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഈ ആണവ നിരായുധീകരണം നടത്തി എന്നുള്ള അവകാശവാദത്തോടു കൂടി പിന്മാറുക എന്ന് പറയുമ്പോൾ ട്രംപിന് എവിടെയൊക്കെയോ പിഴച്ചു എന്നുള്ളതല്ലേ? രഞ്ജിത്തെ, അമേരിക്ക പ്രതിസന്ധിയിലാണ്, അതുകൊണ്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പിന്മാറുന്നു എന്നുള്ളൊരു നരേറ്റീവിനോട് എനിക്ക് ഇവിടുന്ന് യോജിക്കാൻ പറ്റത്തില്ല. കാരണം അത് കറക്റ്റ് അല്ല. അത് ഒന്ന്, എന്തുകൊണ്ടാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അവിടെ പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം തന്നെ എങ്ങനെ പോയി എന്ന് ചോദിച്ചാൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലാണ് പോയത്. അതൊരു പോയിന്റാണ്. എന്തുകൊണ്ടാണ് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ ബാലിസ്റ്റിക് മിസൈൽ ഇറാന്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി അടിച്ചമർത്തുക, നാവികസേനയെ അല്ലെങ്കിൽ വ്യോമസേനയെ ഒക്കെ ഇല്ലാതാക്കുക എന്നുള്ള ഒബ്ജക്റ്റീവും അതോടൊപ്പം റെജീം ചേഞ്ചും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ റെജീം ചേഞ്ച് വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നു. എന്നാൽ ട്രംപ് പറഞ്ഞ ആണ് അവിടെ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ക്ലാരിറ്റി ഇനിയും വരേണ്ടിയിരിക്കുന്നു. ഏതായാലും പ്രതിസന്ധി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്കയ്ക്ക് ഉണ്ടായ പ്രതിസന്ധിയെക്കാളും കൂടുതലും അത് യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്കും ഗൾഫ് മേഖലയുടെ രാജ്യങ്ങൾക്കുമായിരുന്നു ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. കാരണം ഇപ്പം പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു നരേറ്റീവ് എന്ന് പറഞ്ഞാൽ, ഈ യുദ്ധം നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഇസ്രായേലിന്റെ യുദ്ധം അമേരിക്ക കടമെടുത്തതാണ്, അല്ലെങ്കിൽ അമേരിക്ക ജോയിൻ ചെയ്തതാണ് എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞു വെച്ചിരുന്നത്. അതൊരു പരിധിവരെ ശരിയാണ്. എന്നാൽ ഇതുകൊണ്ടിട്ട് ആർക്ക് എന്ത് നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറാനൊക്കെ നഷ്ടപ്പെട്ടു, ഗൾഫ് രാജ്യങ്ങൾക്ക് നഷ്ടപ്പെട്ടു, ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഈ ഊർജ്ജ പ്രതിസന്ധി വന്നപ്പം. എന്നാൽ ഇതിനകത്തൊരു പെർമനന്റ് വിന്നർ ആരാണ് നിങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മേ ബി അമേരിക്കയെക്കാളും കൂടുതൽ സ്ട്രാറ്റജിക്കലി വിൻ ചെയ്തത് മേ ബി റഷ്യയും ചൈനയുമായിരിക്കും. കാരണം US-ഉം നാറ്റോയും തമ്മിലുള്ള അലയൻസിന് ചെറിയൊരു ഇളക്കം തട്ടിയിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ ഉണ്ടായത്. എന്നാൽ മിലിറ്ററിലി ആരാണ് ജയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് അമേരിക്കയാണ്. അതിനകത്തൊരു സംശയവും പറയാൻ പറ്റത്തില്ല. കാരണം അമേരിക്കയുടെ മിലിറ്ററി മൈറ്റ്സിന് മുന്നിൽ ഇറാന് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. എന്നാൽ ഒറ്റപ്പെട്ട റിപ്പോർട്ടുകൾ അവിടെ നിന്നും ഇവിടെ നിന്നും നോക്കുകയാണെങ്കിൽ, ഒന്നോ രണ്ടോ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ഇവിടെയും വീണതൊഴിച്ചു കഴിഞ്ഞാൽ ഒരു ലാർജർ അറ്റാക്ക് അങ്ങനെയല്ലേ ഒരു മോഡറേറ്റ് രീതിയിലുള്ള ഒരു പ്രതികരണം പോലും ഇറാന് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതും വസ്തുതയാണ്. അപ്പം അമേരിക്ക പേടിച്ചോടി, അല്ലെങ്കിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ടോട്ടലി ഫെയിലർ ആയി എന്നുള്ള രീതിയിലുള്ള ഒരു നരേറ്റീവിനോട് എനിക്ക് യോജിക്കാൻ നമുക്കറിയാം, മുസ്തഫ ഖമേനി മുതൽ ഇങ്ങോട്ട് ഇറാന്റെ പരമോന്നത നേതാക്കൾ പല നേതാക്കളെ വധിക്കാനും അവിടുത്തെ മിലിറ്ററി തലപ്പത്തുള്ള പല ആൾക്കാരെ വധിക്കാനും നിരവധി നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കാനും ഒക്കെ സാധിച്ചു. അന്ന് ട്രംപ് ആദ്യം പറഞ്ഞത് 4 ആഴ്ച കൊണ്ട് യുദ്ധം തീരും, അതിനകം അത് തീർക്കാനുള്ളതേ ഉള്ളൂ ഞങ്ങൾക്ക് ഇറാനെ എന്നാണ്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോർമുസ് പൂർണ്ണമായും പിടിച്ചെടുക്കുമെന്ന് പറയുന്നു. അവിടെ നാറ്റോ രാജ്യങ്ങളുടെ പിന്തുണ ലഭിക്കുന്നില്ല ട്രംപിന്, നമുക്കറിയാം. ഒപ്പം അവർ പ്രതീക്ഷിക്കാത്ത വിധം ഗൾഫ് രാജ്യങ്ങളിൽ വലിയ ആക്രമണം, അവരുടെ കൂടെ നിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങളിൽ വലിയ ആക്രമണം ഉണ്ടാകുന്നത്, നീരസം ഉണ്ടാക്കുന്നത് UAE അടക്കമാണ്. അതൊക്കെ ട്രംപിന്റെ പരാജയമാണെന്ന് പറഞ്ഞു. അതിനൊന്നും പ്രതിരോധിക്കാൻ ട്രംപിന് സാധിക്കാത്ത പശ്ചാത്തലമൊക്കെയാണ് ഞാൻ ചേർത്ത് വെച്ചത്. ഒരു യുദ്ധത്തിനകത്ത് ഒരു പാർട്ടിയും ഒരിക്കലും പെർമനന്റ്ലി വിജയിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. നമ്മളെല്ലാം ചർച്ച ചെയ്യുന്നത് താൽക്കാലികമായിട്ട് എവിടെ നിന്നു എന്നുള്ള കാര്യങ്ങളിലേക്ക് മാത്രമാണ് പറയുന്നത് എന്നാണ് എനിക്ക്. ഇവിടുത്തെ ഒരു ഇന്റേണൽ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു യുദ്ധത്തിനോട് അമേരിക്കൻ ജനത എത്രമാത്രം യോജിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകദേശം 60 അല്ലെങ്കിൽ തുടക്കത്തിൽ 52% ആയിരുന്നെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അത് 64% അമേരിക്കൻ ജനത ഇതിനോട് ഒപ്പോസ് ആയിരുന്നു. ഡെമോക്രാറ്റിക് പാർട്ടി ഒപ്പോസ് ആയിരുന്നു, റിപ്പബ്ലിക്കൻ പാർട്ടി, ട്രംപിന്റെ പാർട്ടി, ഇൻക്ലൂഡിംഗ് മാഗയെ തന്നെ ട്രംപിനെ സപ്പോർട്ട് ചെയ്ത് ഇത് പ്രസിഡന്റാക്കി തെരഞ്ഞെടുക്കാൻ മുഖ്യ പങ്ക് വഹിച്ച മാഗ തന്നെ ഒരു സ്പ്ലിറ്റ് ആയിരുന്നു. ടക്കർ കാൾസൺ ഉൾപ്പെടെയുള്ള ലീഡിംഗ് മാഗ ആൾക്കാരൊക്കെ ഈ യുദ്ധത്തിനെതിരെ സംസാരിക്കുകയായിരുന്നു. അപ്പം ട്രംപ് ഇതിനകത്തുനിന്ന് ഇന്റേണലി എന്തെങ്കിലും നേടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ട് നേടിയിട്ടില്ല. നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്ന് ഇലക്ഷനിലുള്ള നഷ്ടം, ഒന്ന് വരാൻ പോകുന്ന ഇലക്ഷനിൽ വരാനിരിക്കുന്ന നഷ്ടം, ഒന്ന്. രണ്ടാമത്തേത് അദ്ദേഹത്തിന്റെ സ്വന്തം ബേസ് തന്നെ ഒരു ഇളക്കം തട്ടി എന്നുള്ളത് ഒരു നഷ്ടമാണത്. എന്നാൽ ഇറാനും അമേരിക്കയുമായിട്ട്, അല്ലെ ഇസ്രായേലും അമേരിക്കയും ഒരു സൈഡിൽ നിന്നുകൊണ്ട് ഇറാനെ വെച്ചുകൊണ്ടിട്ട് ആര് നഷ്ടപ്പെട്ടു, ആര് ജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് അത് ഇറാനും
ഇറാന്റെ ഭാഗത്തല്ല വെയിറ്റ് കിട്ടുന്നത്, അമേരിക്കയ്ക്കും ഇസ്രായേലിന്റെ ഭാഗത്താണ്. മുമ്പേ പറഞ്ഞ ആ ഒരു വാചകത്തിലേക്ക് ഞാൻ തിരിച്ചു പോകുകയാണ്. കാരണം അൾട്ടിമേറ്റ് വിന്നർ എന്ന് പറയുന്നത് ഇതിനകത്ത് ഇടപെടാതെ നിന്നതുകൊണ്ട് റഷ്യയും ചൈനയുമുള്ള ആ ഒരു അച്ചുതണ്ട് ഒന്നും കൂടെ സ്ട്രോങ് ആയി. ഒന്ന്. രണ്ടാമത്തേത്, റഷ്യയുടെ ഇക്കണോമി എന്തുമാത്രം തകർന്ന് തരിപ്പണമായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് യുക്രൈനുമായിട്ട് അടിച്ചുകൊണ്ടിട്ട്, അല്ലെങ്കിൽ പല തരത്തിലുള്ള യൂറോപ്യൻ യൂണിയന്റെ അല്ല അമേരിക്കയുടെ നിയന്ത്രണങ്ങളിൽ ഏർപ്പെടുത്തുകൊണ്ട് എന്തുമാത്രം ക്ഷീണിച്ചു പോയിരുന്നു, അതിനെ ഒന്ന് പെട്ടെന്ന് ഒരു മാസം കൊണ്ട് റീപ്ലനിഷ് ചെയ്യുവാനായിട്ട് റഷ്യക്ക് പറ്റി, ഒന്നും അറിയാതെ. കാരണം ഓയിലിന്റെ ക്രൂഡ് ഓയിലിന്റെ ഒക്കെ വിലകൾ നമ്മൾ കണ്ടു, 50 രൂപ 60 രൂപയെ കിട്ടുന്നത് നോക്കി നിന്നപ്പോൾ 100-110 വന്നതുകൊണ്ട് ആ ഒരു ബെനിഫിറ്റ്, ഇക്കണോമിക്കൽ ബെനിഫിറ്റ് റഷ്യക്ക് കിട്ടി എന്ന് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ നാറ്റോയുടെ കാര്യം പറയുമ്പം ഇതും കൂടെ ചേർത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അമേരിക്ക നാറ്റോയെ ഡിപ്പെൻഡ് ചെയ്ത് അല്ല നിൽക്കുന്നത്, എന്നാൽ നാറ്റോ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. കാരണം അമേരിക്കയുടെ ഒരു ഡിഫൻസ് ബജറ്റ് എന്ന് പറയുന്നത് ഏകദേശം $1 ട്രില്യൺ ആണ്. എന്നാൽ നാറ്റോയിലുള്ള നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് കൺട്രി എന്നുള്ള ജർമ്മനി പോലുള്ള രാജ്യങ്ങളുടെ അവരുടെ ബജറ്റുകൾ നോക്കുകയാണെങ്കിൽ 10 ബില്യൺ 20 ബില്യൺ അങ്ങനെ ആ റേഞ്ചിലൊക്കെ കാണാൻ പറ്റും നമുക്ക്. അതായത് മൊത്തം നാറ്റോ രാജ്യങ്ങളുടെ ഡിഫൻസ് ബജറ്റിനേക്കാളും കൂടുതൽ ഈ അമേരിക്കൻ മാത്രം നാറ്റോയ്ക്ക് വേണ്ടി ഒരു വർഷത്തെ ബജറ്റിൽ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എഗെയിൻ അമേരിക്ക നാറ്റോയെ ഡിപ്പെൻഡ് ചെയ്തല്ല മുന്നോട്ട് പോകുന്നത്, അല്ലെ ആ അലയൻസ് ഉണ്ടാവുന്നത്, എന്നാൽ തിരിച്ച് നാറ്റോ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നാറ്റോയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റു വേറൊരു രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നും സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ടല്ല ഈ ഒരു റിട്രീറ്റ് എന്നും എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അതല്ലാണ്ട് തന്നെ അമേരിക്കയും ഇസ്രായേലും തന്നെ ഇറാനെ നിഷ്പ്രഭമാക്കാനുള്ള കരുത്തും കപ്പാസിറ്റിയും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം. അതാണ് നമ്മൾ കഴിഞ്ഞ 5 ആഴ്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ സജിമോൻ ആന്റണി, താങ്കളുടെ പ്രതികരണത്തിന് വിശദമായി തന്നെ താങ്കൾ ആ വിവരം പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.